ഹലോ, ഇതെല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട് ഗുരുവായൂർ തന്നെയാണ്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നമ്മൾ കയറിയിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. അപ്പോൾ പോണ വഴിക്ക് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചത്. നമുക്ക് ഒരുമിച്ച് പോവാം. ഗുരുവായൂർ അമ്പലത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. നല്ല പുലർച്ചെയാണ് കേട്ടോ. അതൊരു 6 മണി സമയമാണ് കാണുന്നത്. കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ, നല്ല അടിപൊളിയാണേ. അപ്പോൾ ഈ ട്രക്കുകളൊക്കെ ഈ 6 മണിക്കല്ലേ അധികം പോവാതെ, അതിൻ്റെയൊക്കെയാണ് കാണുന്നത്. ഞങ്ങളന്ന് ഗുരുവായൂർ പോയി. അന്ന് 60 കല്യാണമായിരുന്നു ഗുരുവായൂരിൽ. നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പേടിച്ചിട്ടാണ് പോയത്. കാരണം അങ്ങനെ അടഞ്ഞു കിടക്കുമോ, കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, സങ്കടപ്പെട്ടിട്ടാണ് പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ. കാരണം നല്ല തിരക്ക്, കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല നമുക്ക്. അതായത് കൊടിമരത്തിൻ്റെ അവിടെ പോലും നമ്മൾ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതിനൊക്കെ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തുനിന്ന് തൊഴുതു. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ പോകുന്ന വഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇത് എഡിറ്റ് ചെയ്യാത്തൊരു വ്ളോഗാണേ. ഞങ്ങൾ മായന്നൂർ പാലം കഴിഞ്ഞ ചേലക്കര വഴിയാണ് നമ്മൾ ഗുരുവായൂർ പോയത്. ഇതിപ്പോൾ നമ്മൾ പോണ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഭാരതപ്പുഴയൊക്കെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ്, 6 മണി സമയമാണ്. ഈ കാണുന്നത് കേട്ടോ ഭാരതപ്പുഴ. നമ്മളവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പോയത്. അപ്പോൾ നല്ലപോലെ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. ആ ഫുട്പാത്ത് കൂടെയൊക്കെ നടക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ധാരാളം നടക്കണമെന്ന് ഞാൻ കണ്ടു. ഉണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ ഗുരുവായൂർ അമ്പലം ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ക്യാമറ എടുത്തില്ല ആ സമയത്ത് കേട്ടോ, അമ്പലമല്ലേ. പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നതാണ്. സുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, സുവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അതെ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവും വീട്ടിലേക്ക്. നമ്മളിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മൾ. അത് നോക്കൂ, നിറച്ചും പച്ചപ്പാണ്. നിറച്ചും നമ്മുടെ ആ വീടിൻ്റെ മുൻപിലേക്ക് നോക്കൂ, നല്ല കാഴ്ചയാണ് കാണാൻ. പിന്നെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ നല്ല തണുപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ആ മരത്തിൻ്റെ തണുപ്പേ നമുക്ക് ആ പൂമോത്തിരിക്കുമ്പോൾ നല്ലോണം കിട്ടും. ഇത് നോക്കൂ, നല്ല തണുപ്പാണ്. ഇനി നമുക്കങ്ങനെ ആ സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് കയറാം. ഇതാണ്ടോ പൂമുഖം. ഇവിടെ ഒന്നും ഒരാളെയും കാണാനില്ല അല്ലേ. ആരും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ പോയപ്പോഴേ. അമ്മയും അനിയനും അനിയൻ്റെ ഭാര്യയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് അവിടേക്ക് കടന്ന ഒരു മുറി. ഇതാണ് നടുമുറ്റം. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അനിയൻ്റെ ഭാര്യയാണ്. ഞാനും അനിയൻ്റെ ഭാര്യയും കൂടിയിട്ട് കത്തി വയ്ക്കുകയാണേ. ഇതമ്മ. ഇത് ഈ ഭാഗത്ത് കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് നമ്മളുടെ അവിടെ വർഷങ്ങളായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു ചേച്ചി എന്നാണ് പറയുക. ഒരു ചേച്ചിയാണ്.
തങ്കമണിയമ്മ എന്നാണ് ഞങ്ങൾ പറയാറ്. ഇത് മച്ചാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ മച്ചാണ് ഈ കാണുന്നത്. ഇതേ ഒരു പ്രതിഷ്ഠ വെച്ചൊരു അമ്പലമുണ്ട് ഇവർക്ക്. അത് കുറച്ച് ദൂരെയാണ്. അത് ഞാൻ സൂം ചെയ്ത് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇത് ഒരു ഗോപിയേട്ടൻ. മാവ് പൂത്ത് നിൽക്കണ കണ്ടോ? നല്ല രസമുണ്ട് മാവൊക്കെ പൂത്ത് നിൽക്കണത് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ രാത്രി 10 മണിയായപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ എത്തി കേട്ടോ. ഈ ഹോട്ടലും എടുത്തു പറയേണ്ടതാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഹോട്ടലാണ്. 10 മണി വരെ ഉള്ളുവെങ്കിൽ ഒരു 10:15, 10:20 വരെയൊക്കെ നമുക്ക് ഭക്ഷണം അവർ തരും. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് നേരെ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നു.